ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. പ്രിയ മക്കളെ, ഓരോ ദിനവും എത്ര പെട്ടെന്നാണ് നമ്മൾ നിന്ന് കടന്നു പോകുന്നത്. ഈ വർഷത്തിന്റെ അവസാന സൺഡേ ദിവസം നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വാക്യം നോക്കൂ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അന്ധകാരത്തിൽ നിന്ന്, അതായത് ഇരുട്ടിന്റെ അവസ്ഥ, കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതം, പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്നതിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക്, വെളിച്ചം പകർന്നു കൊടുക്കുന്നവയിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ച്, ഹല്ലേലൂയ, ഇവിടെ വരെ കൊണ്ടെത്തിച്ച കർത്താവിന്റെ ആ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നോക്കൂ, നാം പൂർണ്ണമായും ദൈവത്തിന് സ്വന്തമായിരിക്കുവാൻ, തൻ്റെ മഹത്വത്തിനും സ്തുതിക്കും രക്ഷയുടെ സുവിശേഷം ഘോഷിക്കുവാൻ വേണ്ടിയും തൻ്റെ വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തു. ഹല്ലേലൂയ. കൂടാതെ രാജകീയ പുരോഹിത വർഗവുമാക്കി തീർത്തു. എങ്ങനെയാണ് നമ്മൾ രാജകീയ പുരോഹിത വർഗ പദവിയിലേക്ക് വന്നത്? ഹല്ലേലൂയ. അതായത് നമ്മെ തെരഞ്ഞെടുത്തതാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം തന്ന കർത്താവിനെ അറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ തന്നെ ആയിരുന്നേനെ. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിനെ കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. ഹല്ലേലൂയ. നോക്കൂ, ഒരു നാളിൽ നാം വിലയില്ലാതെ ഇരുന്നു. നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഫലമായി നാം വിലയേറിയവരായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നാം വിലയേറിയവരാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടേനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, ഉപ്പ് രുചി തരുന്നതാണ്. അത് നമ്മുടെ താഴ്മയെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് എവിടെയും ലഭിക്കാറുണ്ട് ഉപ്പ്. നോക്കൂ, എൻ്റെ ചെറുപ്പകാലത്ത് കടയുടെ വെളിയിൽ ചാക്കിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഹല്ലേലൂയ, ഉപ്പ് നാം കറിയിൽ ഇടുമ്പോൾ ആ കറിയിൽ മുഴുവൻ വ്യാപിക്കും. പ്രിയ മക്കളെ, ഇന്നതൊക്കെ എന്താണ്? ഹല്ലേലൂയ, ഉപ്പ് കിട്ടാത്ത ഒരു സ്ഥലവും ഇല്ലല്ലോ. പക്ഷേ ഉപ്പിന് പകരം നാം കറിയിൽ വില കൂടിയ മറ്റ് എന്ത് സാധനം ഇട്ടാലും അതിന് രുചി ലഭിക്കാറില്ല. ഹല്ലേലൂയ. ഈ രുചി കിട്ടുന്ന ഹല്ലേലൂയ ഉപ്പ് നാം എല്ലാത്തിനും വാരിക്കോരി അങ്ങ് ഇടാറില്ലല്ലോ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ പാകമാകുന്ന വിധത്തിലാണ് നാം ഉപ്പ് ഇട്ടുകൊടുക്കാറുള്ളത്. ഹല്ലേലൂയ. ഉപ്പിന് പകരം ഉപ്പ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ അത് രുചി വരുത്തത്തുള്ളൂ. അതിന് വേണ്ടുന്നത് പോലെ ഇട്ടെങ്കിൽ മാത്രമേ അത് ശരിയാകുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ കാണുന്നവർ ഈ രുചി പകർന്നു കൊടുക്കുന്നത് പോലെ, ഉപ്പ് രുചി എങ്ങനെ പകർന്നു കൊടുക്കുന്നു അതുപോലെ വേണം. ഹല്ലേലൂയ. നോക്കൂ, യേശുവിനെ കാണുവാൻ ഇടയാകുന്ന അതുപോലെ ആയിരിക്കണം പ്രിയ മക്കളെ. നോക്കൂ, മറ്റുള്ളവരെ നാം ശ്രേഷ്ഠനെന്ന്
എണ്ണുവാൻ ഹല്ലേലൂയ നമുക്ക് നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ നമ്മെ ഉയർത്തുന്നവരാകരുത്, യേശുവിനെ നാം ഉയർത്തുന്നവരാകണം. ഹല്ലേലൂയ ഇന്ന് പലരും എന്താ, നാം നമ്മെ ഉയർത്തുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ നമ്മെ ഉയർത്തേണ്ടത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ നാം നമ്മുടെ കർത്താവിനെ ഉയർത്തുവാണെങ്കിൽ കർത്താവ് നമ്മെ മാനിക്കും, ഉയർത്തും. ഹല്ലേലൂയ നമ്മിലൂടെ നമ്മുടെ കുടുംബം, ദേശം, നശിക്കുന്ന ജനങ്ങൾ, മുറിവുകൾ വരുത്തുന്നവർ, ഹല്ലേലൂയ ഇവർക്കൊക്കെ നാം രുചി പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ നോക്കൂ, സമുദ്രത്തിൽ നിന്ന് നേരിട്ട് ആ വെള്ളം ഉപ്പ് വെള്ളമാകുന്നു എന്ന് പറഞ്ഞ് നാം ഉപയോഗിക്കാറില്ല. ഹല്ലേലൂയ നോക്കൂ, അതിന്റെ വിവിധ രീതികളിൽ കൂടി ശുദ്ധി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപ്പായി മാറുകയുള്ളൂ. ഹല്ലേലൂയ അതുകൊണ്ട് നോക്കൂ പ്രിയ മക്കളെ, സമുദ്രത്തിലെ വെള്ളത്തെ ഉപ്പാക്കി മാറ്റിയതിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ അതായത് ലോകം മുഴുവനും പരക്കേണ്ടതായ ആ ദൈവവചനം നമ്മിൽ കൂടി ഹല്ലേലൂയ മറ്റുള്ളവർക്ക് രുചി പകർത്തു കൊടുക്കുകയും നാം വിശുദ്ധ ജനമായി മുന്നേറുകയും ചെയ്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഒരു ഉപ്പിനെ പോലെ പകർന്ന് ഹല്ലേലൂയ പകർന്നു കൊടുക്കുവാൻ ഇടയാകുകയുള്ളൂ. ഹല്ലേലൂയ നാം ഒരു കാര്യം ചെയ്യണം പ്രിയ ദൈവമക്കളെ, നാം ലോകം മുഴുവൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനം നമുക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചം ഇരുട്ടിനെ മാറ്റിമറിക്കുന്നതാ. ഹല്ലേലൂയ ജനങ്ങളുടെ പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ കർത്താവ് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മെ എടുത്ത് ഉപയോഗിച്ചിരിക്കുക, നമ്മെ വെളിച്ചത്തിന്റെ മക്കളാക്കി വെച്ചിരിക്കുക. നാം പോയി വെളിച്ചം പകർന്ന യേശുവിനെ തിരിച്ചറിയുമ്പോൾ അത് ഹല്ലേലൂയ ഇരുട്ടൊക്കെ മാറിപ്പോകുക. നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞ മക്കളാണല്ലോ. നമ്മൾ ആ അന്ധകാരത്തിൽ ഇരിക്കുന്ന മക്കളുടെ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലണം. അവരുടെ ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ നോക്കൂ, ഉപ്പ് നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്നിടത്ത് മാത്രം പരക്കുമെങ്കിൽ ഹല്ലേലൂയ അതായത് വെളിച്ചം വലിയ സ്ഥലത്ത് പരക്കുന്നതാ. ഹല്ലേലൂയ പ്രീതി മക്കളെ, ഈ ദിനങ്ങളിൽ നാം ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുക്കി നിൽക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ നമ്മെ വിസ്തൃതിയിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ നാം നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല ഹല്ലേലൂയ നാം മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുവാൻ വെളിച്ചം പകരുന്നത് പോലെ ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കുവാൻ നമ്മെ എടുത്ത് ഉപയോഗിക്കുക. ഹല്ലേലൂയ നാം നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഇന്ന് ഹല്ലേലൂയ നാം ഉപ്പാണെങ്കിൽ നമ്മെ വെളിച്ചമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും പ്രിയ മക്കളെ. അതുകൊണ്ടാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ നോക്കൂ, നാം ഈ ലോകം മുഴുവൻ പരക്കേണ്ടവരാ. ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ പ്രിയ മക്കളെ നമ്മെ കൊണ്ട് കഴിയത്തില്ല. അവിടെ ഇവിടങ്ങളിൽ ഹല്ലേലൂയ ദൈവദാസന്മാരെയൊക്കെ മർദ്ദിക്കുന്നു, ഭീഷണികൾ ഉയരുന്നു ഒക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ വചനം പരക്കുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ നാം അതും ഇതും പറഞ്ഞ് പേടിച്ചിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ സകലത്തെയും ജയിച്ച ജയാളിയായ കർത്താവിനെ നാം ഉയർത്തുന്നത്. ഹല്ലേലൂയ വിളക്ക് എവിടെയാ? ഹല്ലേലൂയ കത്തിച്ച് മുകളിലാ വെക്കേണ്ടത്. ഹല്ലേലൂയ പറയും കീഴിലല്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വെളിച്ചത്തെ ഉയർത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ വെളിച്ചം നമ്മെ ദിശ കാണിച്ച് നടത്തുന്നത് പോലെ നാം പലർക്കും ദിശ കാണിച്ചു കൊടുക്കുന്നവരായി മാറണം. നമ്മുടെ ഉള്ളിൽ ദൈവിക ശക്തി കർത്താവ് പകർന്നു തന്നിരിക്കുക. ഹല്ലേലൂയ നമ്മെ തെരഞ്ഞെടുത്ത് നാം പലർക്കും വെളിച്ചം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ ശക്തി പ്രാപിച്ച് പത്രോസ് എന്താ ഹല്ലേലൂയ ശക്തി പ്രാപിച്ചിട്ട് ഹല്ലേലൂയ പത്രോസ് അപ്പോസ്തലൻ എല്ലായിടും പോയി ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുക ചെയ്തത്. ഹല്ലേലൂയ അതിന് ശക്തി ലഭിച്ചിട്ട് ഭവനത്തിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി 3:6 പറയുന്നുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. നോക്കൂ, അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രിയ മക്കളെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്ത പദവികൾ പലതും തന്നെങ്കിൽ നാം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ നോക്കൂ, നാം ഹല്ലേലൂയ ലോകത്തിന്റെ ഉപ്പായി വെളിച്ചമായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഈ പുതിയ ഹല്ലേലൂയ ഇനി പുതിയ വർഷത്തിലേക്ക് കടന്നു വരുവാൻ കുറച്ച് ദിവസം മാത്രമല്ല,
സമയമല്ലേ ഉള്ളൂ പ്രിയ മക്കളെ. ഹല്ലേലൂയ. വെറും 2 ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ ദിനത്തിലേക്ക് നാം കടന്നു വരുന്നല്ലോ. നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ ഹല്ലേലൂയ, എന്നെ നല്ലൊരു വെളിച്ചമാക്കി മാറ്റണമേ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്നെ എടുത്തുപയോഗിക്കണമേ. ഹല്ലേലൂയ. പുതിയ ശക്തി എന്നെ മേൽ പകർന്നു തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി ഓരോ മക്കളുടെ മേലും പകരണമേ. ഹല്ലേലൂയ. പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതുബലത്തോട് ഓരോ മക്കളുമായി തിരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ മുറ്റുമായി എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ എല്ലാവരും ആയിത്തീരട്ടെ. കർത്താവേ, ഞങ്ങൾ ഇത്രത്തോളം കർത്താവ് പരിപാലിച്ച് ഹല്ലേലൂയ പുതുബലത്തോട് ശക്തിയോട് ഞങ്ങൾക്കായി തിരുവാൻ വീണ്ടും ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.